الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ഓർക്കുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ എന്നെയും നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. സൂറത്തുൽ ഇൻസാനിലെ 2 വചനങ്ങൾ 11-12 വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം, ആ ദിവസത്തെ തിന്മയിൽ നിന്ന് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സംരക്ഷിക്കും. വലഖാഹും നളറതൻ വസുറൂറ, പ്രസന്നതയും സന്തോഷവും അവർക്ക് അല്ലാഹു നൽകുകയും ചെയ്യും. വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ, അവർ ക്ഷമ കൈക്കൊണ്ടതിനാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തോപ്പും പട്ടുവസ്ത്രങ്ങളും പ്രതിഫലമായി നൽകുകയും ചെയ്യും. ഇതാണ് ഈ 2 വചനങ്ങളുടെ സാരം. ഇത് ആർക്കാണ് നൽകുക, ഈ സൗഭാഗ്യം പരലോകത്ത് ലഭിക്കുന്നത് ആർക്കാണ് എന്ന് ഈ 2 വചനങ്ങളുടെ തൊട്ടു മുമ്പ് കുറച്ച് ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട്, സ്വഭാവങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. ആ വിവരണത്തിന് ശേഷമാണ് ഈ സൗഭാഗ്യത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. ആ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്നത് ആരാണ് എന്നുള്ളത് ആ സ്വഭാവങ്ങളുടെ പരിശോധനയിലൂടെ നമുക്ക് മനസ്സിലാകും. അവർ സ്വർഗാവകാശികളാണ്, സൗഭാഗ്യവാന്മാരാണ്, അവർ പുണ്യവാന്മാരുമാണ്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ എന്ന് തുടങ്ങുകയാണ് ആ പുണ്യവന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ട്.
അവർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചും. ഇതിന് ശേഷം ഈ 2 വചനങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഒരു 10-11 വചനങ്ങൾ, 21-ാമത്തെ വചനം വരെ സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അതിലേക്കല്ല ഞാൻ കടക്കുന്നത്. ഈ സ്വഭാവങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അതിലൊരു പ്രധാന സ്വഭാവം കാലികമായി ഒരല്പസമയം ഒന്ന് വിശദീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ സൗഭാഗ്യം കരസ്ഥമാക്കുന്ന പുണ്യവാന്മാരുടെ സ്വഭാവങ്ങൾ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യൂഫൂന ബിന്നദിരീന, നേർച്ചകൾ നിറവേറ്റുന്നവരായിരിക്കും അവർ. ഒരു സ്വഭാവം അതാണ്. ആദ്യത്തെ സ്വഭാവം പറഞ്ഞത് അതാണ്. എന്നിട്ട് പറഞ്ഞത് വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, ആപത്ത് പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് ഭയപ്പെടുന്നവരാണ് അവർ. പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. ഒപ്പം വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറ, ഭക്ഷണത്തോട് ആഹാരത്തോട് ഇഷ്ടവും സ്നേഹവും ഉള്ളതോടുകൂടി സാധുക്കൾക്കും അനാഥകൾക്കും ബന്ധനസ്ഥർക്കും ഭക്ഷണം നൽകുകയും ചെയ്യുന്നവരായിരിക്കും. ആ ഭക്ഷണം നൽകുന്നത് ഐഹിക ജീവിതത്തിലെ ഏതെങ്കിലും നേട്ടത്തിനോ താല്പര്യത്തിനോ ലക്ഷ്യത്തിനോ വേണ്ടിയല്ല. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി, ആ ഭക്ഷണം നൽകുന്നത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, ആർക്കാണോ അത് നൽകുന്നത് അതിന്റെ പേരിൽ അവരിൽ നിന്ന് എന്തെങ്കിലും നന്ദിയോ പ്രത്യുപകാരമോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യുന്നവരായിരിക്കും അവർ. പിന്നെ പറഞ്ഞത് ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ, മുഖം ചുളിച്ചു പോകുന്നതും ദുസ്സഹവുമായ രൂപത്തിലുള്ള ഒരു ദിവസത്തെ ഞങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് ഞങ്ങൾ ഭയപ്പെടുന്നവരാകുന്നു എന്ന് അവർ അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാകുന്നു എന്ന് പറയുന്നു. അപ്പൊ പ്രധാനമായും ഊന്നി പറഞ്ഞത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, സമൂഹത്തോടുള്ള ബാധ്യത നിറവേറ്റുന്ന സ്വഭാവം, അതോടൊപ്പം തന്നെ ഒന്നാമതായി എടുത്തു പറഞ്ഞത് യൂഫൂന ബിന്നദിർ, നേർച്ച നിറവേറ്റുന്നവരാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നേർച്ച എന്ന വാക്ക് സുപരിചിതമാണ്. അത് വീണ്ടും ഇന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ വീണ്ടും ചർച്ചയ്ക്ക് വിഷയീഭവിച്ചു വന്നിട്ടുണ്ട്. അത് ഇടയ്ക്കിടെ വരാറുണ്ട്. ഇപ്പൊ ചർച്ചയിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം തിരൂർ പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ജാറം, ആ ജാറത്തോടനുബന്ധിച്ചുള്ള ഉത്സവം എന്നേ ഞാൻ പറയുകയുള്ളൂ. ആ ഉത്സവത്തോടനുബന്ധിച്ച് ആനകളെ അണിനിരത്തി അതിൽ നിന്നൊരാന, 5-6 ആനകളുണ്ടായി, അതിൽ നിന്നൊരാന ഇടഞ്ഞ് 2 പേരെ ചുറ്റിപ്പിടിച്ച്, കൃത്യമായിട്ട് നമുക്കത് കാണാം, 2 പേരെ ചുരുട്ടിപ്പിടിക്കുന്നുണ്ട്. ഒരാള് എങ്ങനെയോ തെറിച്ചുപോയി, ഒരാൾ അതിന്റെ തുമ്പിക്കൈയിൽ തന്നെ ഉണ്ടായി, കൊടഞ്ഞു വലിച്ചൊരേറെറിഞ്ഞു. അപ്പോൾ മരിച്ചിട്ടുണ്ടായില്ല, ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരു വേള ഇതിനെ നഖശിഖാന്തം എതിർക്കുന്ന ഈ ശൈലി ശരിയല്ല, ഈ പോക്ക് ശരിയല്ല എന്ന് പറയുന്നവർ, അത് പറയുമ്പോഴൊക്കെ അതിനെ വിമർശിക്കാൻ തിരിച്ചിരിക്കുന്നവരിൽ പലരും തന്നെ ഇത് ശരിയല്ല, ഇത് കച്ചവടമാണ്, ഇത് ഇസ്ലാമികമല്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ നേർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട്. അതിപ്പറഞ്ഞതൊക്കെയാണ്. ഒരു ഉത്സവം, ആന എഴുന്നള്ളിക്കല്, ചെണ്ടമേളം, ശിങ്കാരിമേളം, വെടിക്കെട്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആണും പെണ്ണും കൂടിക്കലർന്ന് യാതൊരു തരത്തിലുള്ള മറയുമില്ലാതെ കഴിച്ചുകൂട്ടുന്ന, ആഘോഷിക്കുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ് നേർച്ച എന്ന് പറയുമ്പോൾ, നെതിർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. അങ്ങനെ അറിയപ്പെടുന്ന കുറെ സ്ഥലങ്ങളുമുണ്ട്. ചാവക്കാട്, ചേറ്റുവ, അതുപോലെ തന്നെ വെളിയങ്കോട്, മണത്തല, ഇങ്ങനെ കുറെ പേരുകൾ അതിന്റെ കൂടെ ചേർത്ത് പറയുകയും കൂടി ചെയ്താൽ, കാഞ്ഞിരമറ്റവും കൂടി പറഞ്ഞാൽ എളുപ്പമായി. ഈ 14-ാം തീയതി വരാൻ പോവാണ് അവിടുത്തെ ഉറൂസ്.
അപ്പൊ ഇതിലൊക്കെ ആനയുണ്ട്. ആന എഴുന്നള്ളിക്കലും ഈ പറയുന്ന കാര്യങ്ങളും ഒക്കെ ഏതായിരുന്നാലും ഇസ്ലാമിക സംസ്കാരമല്ല എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതിന് മൗനാനുവാദം നൽകുന്നവരും അതിന് പ്രചോദനം നൽകുന്നതും പ്രേരിപ്പിക്കുന്നവരും ഒക്കെ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇത് ഇസ്ലാമികമല്ല, ശുദ്ധ ശിർക്കാണ്, ഹറാമാണ് എന്ന് വ്യക്തമാക്കി അതിന് അത്തരം കാര്യങ്ങൾക്ക് പ്രചോദനം നൽകി പല കാര്യങ്ങൾക്കും വേണ്ടി പ്രഭാഷണം നടത്തുന്ന ആളുകൾ വളരെ കൃത്യമായി ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് ഇത്തരം അനീതികളെ എതിർക്കണം, ഇത്തരം അന്ധവിശ്വാസങ്ങളെ എതിർക്കണം, ഈ ഹറാമുകൾക്കെതിരെ നിലപാട് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. അതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇത് വളരെ ഗംഭീരമായി നടക്കുകയും ചെയ്തു. ഇങ്ങനെ ഒന്നും നടന്നില്ല എങ്കിൽ ഇവിടെ ഇസ്ലാമില്ല, മുസ്ലിമീങ്ങളുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന നേർച്ച, അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യം തന്നെ പറഞ്ഞത് പരലോകത്ത് സൗഭാഗ്യം നേടുന്ന ഉന്നതമായ സ്വർഗവും പട്ടുവസ്ത്രങ്ങളും, പിന്നെ തുടർന്ന് കുറെ വർണ്ണനകളുണ്ട്. അതൊക്കെ നേടുന്ന ആൾക്കാരുടെ സ്വഭാവങ്ങളിൽ ആദ്യം പറഞ്ഞത് നേർച്ച നിറവേറ്റുന്നവര് എന്നാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ഇസ്ലാമിൽ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. അപ്പൊ അതെന്താ? അത് ഈ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളാണോ? ഈ വർഷത്തിൽ ഒരിക്കൽ, ഇപ്പൊ അതിന്റെ സീസണാണ്. ഏതെങ്ങോട്ട് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ തീരദേശ റോഡ് വഴി ഒന്ന് യാത്ര ചെയ്താൽ നമുക്ക് അത് കൃത്യമായി കാണാൻ കഴിയുമ്പോൾ ഓരോ സ്ഥലങ്ങളിലെ ഈ ആഘോഷം. നമുക്ക് കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ അപ്പവാണിഭ നേർച്ച ഇവിടെ സമയമാണ്, അതിന്റെ ദിവസങ്ങളാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ അടുത്ത ദിവസം കോഴിക്കോട് പോയപ്പോൾ ബാനറുകളും ഈ പോസ്റ്ററുകളും എമ്പാടും കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അതിന് പ്രചോദനം നൽകുന്നു. ഇങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒരു പിന്നെ വിമർശനവും അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയലും കഴിഞ്ഞാൽ പിന്നെയും വരും. വർഷങ്ങൾക്ക് മുമ്പ് ചേറ്റുവയിൽ ഇതുപോലെ ഒരു ചന്ദനക്കുടം നടക്കുന്ന സന്ദർഭത്തിൽ ആന ഒരാളെ ശരിക്ക് കൊണ്ടുപോയി മതിൽ കൊണ്ടുപോയി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചത് നമ്മളൊക്കെ കണ്ടതാണ്, പത്രങ്ങളിൽ വായിച്ചതാണ്. അത് കഴിഞ്ഞു, കാലം കഴിഞ്ഞു, വർഷങ്ങൾ പിന്നിട്ടു, പിന്നെയും അത് ആവർത്തിക്കുകയാണ്. എന്നാൽ അതല്ല ഇസ്ലാമിലെ നേർച്ച എന്ന് പറയുന്നത്. പറഞ്ഞു കൊടുക്കാൻ ആദ്യം ഇതിന് അറിവുള്ള പണ്ഡിതന്മാർ തയ്യാറാകണം. ഇതല്ല നേർച്ച. അപ്പൊ അത് പറയുന്ന ഉടനെ ഒരു സംഗതി അപ്പോഴത്തേക്ക് കടന്നു വരും. എന്താണ്? ഖബർ സന്ദർശനം എന്നാണ് അതിന് പറയുക. ഓമനപ്പേരിടുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് പോവുക. എന്താണ് ഖബർ സന്ദർശനം? ഖബർ സന്ദർശനം ആന എഴുന്നള്ളിക്കല, ഖബർ സന്ദർശനം ചെണ്ടമേളം നടത്തല. നമ്മുടെ ഈ പള്ളിയുടെ മുമ്പിലൂടെ എങ്ങാനും അന്യമതസ്ഥരായ സഹോദരന്മാർ ഒരു ചെണ്ടയും കൊട്ടി പോയാൽ നമ്മളുടെ ഈമാൻ തിളക്കും, വിറയ്ക്കും നമ്മളൊക്കെ. എന്നാലും പള്ളിയുടെ മുമ്പിൽ വന്നപ്പോ അവർക്കൊന്നും നിർത്താൻ കഴിഞ്ഞില്ലല്ലോ. നമ്മൾ ചെയ്യുന്നത് പള്ളിയുടെ ഗ്രൗണ്ടിന്റെ ഉള്ളിലാണ് ചെണ്ടമുട്ടുന്നത്, ശിങ്കാരമേളം നടത്തുന്നത് പള്ളിയുടെ ഗ്രൗണ്ടിന്റെ ഉള്ളിലാണ്. ഇതിനെന്താ മറുപടി പറയുക? എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ആലോചിച്ച് നോക്കുക. നമ്മളിത് ഇങ്ങനെ പുറത്തൂടെ ഒന്ന് മുട്ടിക്കൊണ്ട് പോയാൽ നമ്മളുടെ ഹാലിളകും, ഈമാൻ വർദ്ധിക്കും. എന്തൊക്കെയാ പറയുന്നതും ചെയ്യുന്നതെന്നും അറിയില്ല. ഉള്ളിൽ തന്നെ മുട്ടിയാലോ ഒരു പ്രശ്നവും ഇല്ല. അത് ഇസ്ലാം ദീനാണ്. ഇത് വല്ലാത്ത ഒരു വിഷമമാണ് ഉണ്ടാക്കുന്ന കാര്യമാണ്, പറയാതിരിക്കാൻ വയ്യ. ഖബർ സിയാറത്ത് സുന്നത്താണ്, ആർക്കും ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. അത് ആരുടെ ഖബറ്? ഇങ്ങനെ കെട്ടിപ്പൊക്കിയ ഖബറുകളല്ല, മറിച്ച് നമ്മളുടെയൊക്കെ ജീവിക്കുന്ന നമ്മളുടെയൊക്കെ ഉറ്റവരും ഉടയവരെയും ഖബറടക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ ആ പള്ളികളുടെ പരിസരത്തൂടെ നമ്മൾ പോകുമ്പോൾ അവർക്ക് സലാം പറഞ്ഞുകൊണ്ട് പോകണം. നാളെ ഞാൻ ഇതുപോലെ ഇവിടെ വന്ന് കിടക്കേണ്ടവനാണ് എന്ന് ഓർക്കണം. പരലോകത്തെ ഓർമ്മിപ്പിക്കാനാണ് ഖബർ സിയാറത്ത്. ഖബറിൽ അടക്കപ്പെട്ട ഉമ്മയാകാം, ഉപ്പയാകാം, ബന്ധുമിത്രാദികളാകാം, സ്നേഹിതനാകാം, ആരുമാകാം. അവരെ കൊണ്ടുപോയി ഖബറടക്കിയ ഖബറുകളുടെ അരികെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ, പടച്ചവനെ എന്റെ ജ്യേഷ്ഠൻ, പടച്ചവനെ എന്റെ വാപ്പ, പടച്ചവനെ എന്റെ ഉമ്മ, ഇതിന്റെ ഉള്ളിലാണല്ലോ ഞാനും പോകണമല്ലോ. എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കേണ്ട, വാപ്പാക്ക് പുറത്തു കൊടുക്കേണ്ട, ഇക്കാക്ക് പുറത്തു കൊടുക്കറപ്പേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഖബർ സന്ദർശിക്കുന്നതിന് ഇവിടെ ആരും എതിര് പറയുന്നില്ല. അത് സുന്നത്താണ്, റസൂല് പഠിപ്പിച്ചതാ. പക്ഷേ ഖബറുകൾ കെട്ടിപ്പൊക്കി ഇതുപോലെ ഉറൂസും ചന്ദനക്കുടവും ആണ്ട് നേർച്ചയും ഒക്കെ നടത്തുന്ന രൂപത്തിലുള്ള ഒരു സമ്പ്രദായം ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരു പുണ്യവും അക്കാര്യത്തിൽ നമുക്ക് കാണാനും കഴിയില്ല.
ഇസ്ലാമിൽ നെദർ എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്താണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ആരാധനാ കർമ്മമാണ്. എന്താണ് നേർച്ച? നേർച്ച എന്ന് പറഞ്ഞാൽ ഒരു ഐച്ഛികമായ കാര്യം സ്വയം നിർബന്ധമാക്കി നിശ്ചയിക്കുന്നതിനാണ് നേർച്ച എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് റമദാനിൽ പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കൽ ഐച്ഛികമായ കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്, പ്രതിഫലാർഹമായ കാര്യമാണ്. ആ സുന്നത്തായ കാര്യം ഞാൻ തീരുമാനിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, അടുത്ത റമദാനിലെ അവസാനത്തെ 10 മുഴുവൻ ഞാൻ പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കും എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായ നേർച്ചയാണ്. അതുപോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്, ഐച്ഛികമാണ്. ഒരാൾ ഇനി എല്ലാ തിങ്കളാഴ്ചകളിലും ഞാൻ നോമ്പനുഷ്ഠിക്കൽ സ്വയം നിർബന്ധമാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നെതിറായി, നേർച്ചയായി, അത് വീട്ടിയേ പറ്റൂ. യൂഫൂന ബിൻ നദിർ. ആ നേർച്ച വീട്ടുന്നതിനെ പറ്റിയാ പറഞ്ഞത്. അല്ലാതെ ഈ പേര് പറയപ്പെട്ട സ്ഥലങ്ങളിൽ നടത്തപ്പെടുന്ന ഈ പേക്കൂത്തുകൾ ചെയ്യുന്നവരെന്നല്ല യൂഫൂന ബിൻ നദിരിയുടെ അർത്ഥം. ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഐച്ഛികമായ കാര്യം സ്വയം നിർബന്ധമാക്കി നിശ്ചയിക്കലാണ് നെതിർ. ആ നെതിർ ചെയ്തു കഴിഞ്ഞാൽ, നേർച്ച ചെയ്തു കഴിഞ്ഞാൽ വീട്ടിയേ പറ്റൂ. മറിയം ബീവിയുടെ ചരിത്രമൊക്കെ നമുക്ക് അറിയാമല്ലോ. അധികം വൈകാതെ മുമ്പ് വിശദീകരിച്ചതാണ്. അവിടെ എന്താണ് ഇമ്രാന്റെ ഭാര്യ പറഞ്ഞത്? ഇന്നി നദർതുലക മാഫി ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക അന്തസ് സമീഉൽ അലീം. അതാണ് നെദർ. ഞാൻ എന്റെ പള്ളയിലുള്ളതിനെ നിനക്ക് വേണ്ടി നേർച്ചയാക്കുന്നു. അപ്പോഴാണ് പ്രസവിച്ചു നോക്കുമ്പോൾ പെൺകുട്ടിയായതും മറിയമെന്ന് പേരിട്ടതും അവിടെ കൊണ്ടുപോയി സക്കരിയ നബി ഏൽപ്പിച്ചതുമായ ചരിത്രം, ഈസാ നബിയുടെ ജനനം, ഇതൊക്കെ നമ്മൾ ഈ അടുത്ത ദിവസങ്ങൾ ചർച്ച ചെയ്ത് വിശദീകരിക്കുന്നില്ല. അതാണ് ഇസ്ലാമിലെ നേർച്ച എന്ന് പറഞ്ഞാൽ നിർബന്ധമായി കഴിഞ്ഞു, വീട്ടിയേ പറ്റൂ. അതാണ് യൂഫൂന ബിൻ നദിർ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ വഇന്നല്ലാഹ യഅലമുഹു വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. സൂറത്തുൽ ബഖറയിലെ 270-ാമത്തെ വചനം. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ, നിങ്ങൾ എന്തൊന്ന് ചെലവഴിക്കുന്നുവോ, ഔ നദർതും മിൻ നദിരിൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊന്ന് നേർച്ചയാക്കുന്നുവോ, ഫഇന്നല്ലാഹ യഅലമു, അല്ലാഹു അതറിയും, വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് സഹായികളായ ആരും തന്നെ ഇല്ല. ഇപ്പൊ ചെലവഴിക്കുന്നതിനെ കുറിച്ച്, ഇൻഫാഖിനെ കുറിച്ച്, അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് ധനം ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെയാണ് ഔ നദർതും നദറൻ ഔ നദർതും മിൻ നദിരിൻ എന്ന് പറഞ്ഞത്. നിങ്ങൾ എന്തൊരു നേർച്ച നേർന്നാലും അതാണ് യൂഫൂന ബിൻ നദിർ. ആ നേർച്ച വീട്ടിയേ പറ്റൂ. അത് വിശ്വാസികളുടെ, പുണ്യവാന്മാരുടെ, പരലോകത്ത് സ്വർഗം ലഭിക്കുന്നവരുടെ ഒരു സ്വഭാവമായിട്ടാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. നല്ല കാര്യത്തിനും അള്ളാഹുവിനുള്ള അനുസരണത്തിലും മാത്രമേ നേർച്ചയാക്കാൻ പാടുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ നദറ അൻ യുതീഅ അല്ലാഹ ഫൽയുതിഉഹു. അള്ളാഹുവിനെ അനുസരിക്കാൻ ആരെങ്കിലും നേർച്ചയാക്കിയാൽ അത് അവൻ അനുസരിക്കണം. വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസിഹി. എതിര് പ്രവർത്തിക്കാനും ധിക്കാരം പ്രവർത്തിക്കാനുമാണ് നേർച്ചയാക്കുന്നതെങ്കിൽ അത് ചെയ്യരുത് എന്നാ. ഈ രണ്ടാമത് പറഞ്ഞ ഗണത്തിൽ പെടുന്നതാണ് ഈ പേക്കൂത്തുകൾ, നേർച്ചയുടെ പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ മുഴുവനും. അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിലില്ല, പഠിപ്പിച്ചു തന്നിട്ടില്ല, വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമില്ല. തനിച്ച ശിർക്കും കുഫറും അതുപോലെ തന്നെ ഹറാമുമായി തീരുന്ന സംഗതി. അതാണ് ഇസ്യാൻ എന്ന് പറഞ്ഞത്, എതിര് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞത് അതാണ്. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്കായി നേർച്ച, അത് വിരോധിക്കപ്പെട്ട കാര്യമാണ്. അത് ഏത് ശൈഖന്മാരുടെ പേരിലായിരുന്നാലും ശരി, ഏത് മഖബറയിലേക്കായിരുന്നാലും ശരി, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുക എന്നുള്ളത് ശിർക്കാണ്, സംശയമില്ലാത്ത ശിർക്കാണ്. എന്തേ കാരണം? ഒരു സംശയം വേണ്ട ആർക്കും. എന്തേ കാരണം? ഇബാദത്താണ് നേർച്ച. ഇബാദത്തിന് അർഹൻ ആരാണ്? അള്ളാഹു മാത്രം. അപ്പൊ അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ ക്ലിയർ അല്ലേ കാര്യം? അതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുന്ന സംഗതി. അപ്പൊ അതിന് വിരുദ്ധമായി പോകുന്നു എന്ന അർത്ഥം ഇതിനെ കുറിച്ച് അതാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഖുർആന്റെ അലംഘനീയമായ പ്രഖ്യാപനം. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതും പൊറുക്കൂല. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അവനോട് ശിർക്ക് വെക്കുന്നത് അവൻ പൊറുക്കുകയില്ല.
മറ്റുള്ള തെറ്റുകൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് പുറത്തു കൊടുക്കും. ശിർക്ക് പൊറുക്കൂലല്ല. എന്തേ കാരണം? അവനിൽ പങ്കു ചേർക്കലാണ്. എന്തവകാശം അതിന്? സൃഷ്ടികൾക്ക് എന്തവകാശം അതിന്? സൃഷ്ടാവിനല്ലേ ആരാധനകൾ ചെയ്യാൻ? ആരാധനക്കർഹൻ സൃഷ്ടാവ് മാത്രമേ അല്ലേ? അതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? അതല്ലേ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനം? അതിന് വിരുദ്ധമല്ലേ ഇതൊക്കെ? അപ്പൊ അതുകൊണ്ട് അത് പൊറുക്കൂല എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെന്താണ്? നേർച്ചയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്നൻ നദറ ലാ യുഖദ്ദിമു ശൈഅൻ വലാ യുഅഖിർ ഫഇന്നമാ യുസ്തഖ്റജു മിൻ മാലിൽ ബഖീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിൽ ഇങ്ങനെയുള്ള നേർച്ചകളെ കുറിച്ച് പരാമർശിച്ച വചനം വളരെ ശ്രദ്ധേയമാണ്. നേർച്ച ഒരു കാര്യത്തെ, അള്ളാഹുവിന്റെ ഖദറിനെ, അള്ളാഹുവിന്റെ ഖളായിനെ മുന്തിക്കോ ബിന്ദിക്കോ ഒന്നും ചെയ്യില്ല. ലാ യുഖദ്ദിമു ശൈഅൻ വലാ യുഅഖിർ. പിന്നെന്താ ഒരു ഗുണം? ഫഇന്നമാ യുസ്തഖ്റജു മിൻ മാലിൽ ബഖീൽ. പിശുക്കന്റെ സ്വത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ മാത്രമേ ഇത് ഉതവുകയുള്ളൂ. അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ, ഒരു പള്ളിക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞാൽ, ഒരു സാധുവിന് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ അതിനൊന്നും തയ്യാറാകാത്ത ആളുകൾ ഏതെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ പേരിലുള്ള നേർച്ച ഒന്ന് പറഞ്ഞു നോക്ക്. എത്ര സ്വത്ത് വേണമെങ്കിലും പുറത്തേക്ക് വരും. എത്ര കൃത്യമാണ് റസൂലിന്റെ വിലയിരുത്തല്. ഒന്നും ലാ യുഖദ്ദിറു ശൈഅൻ വലാ യുഅഖിർ ഇന്നമാ യുസ്തഖ്റജു മിൻ മാലിൽ ബഖീൽ. അതാണ് പ്രവാചകൻ അതിനെ കുറിച്ച് പറഞ്ഞു വെച്ച കാര്യം. ചിന്തിച്ചു നോക്കുക നമ്മൾ ഓരോ വാക്കുകളും പ്രവാചകൻ പറഞ്ഞു വെച്ചത് എത്ര കൃത്യമാണ്. ആലോചിച്ചു നോക്കും. എത്രയോ അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അപ്പൊ നേർച്ച നിറവേറ്റേണ്ടതാണ്, ഇബാദത്താണ്. അതിന്റെ നിർവചനം ഞാൻ പറഞ്ഞു തന്നു, ഉദാഹരണവും പറഞ്ഞു. അങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ, ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് വീട്ടിയേ തീരൂ. അങ്ങനെ വീട്ടുന്നവർ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവർ സൗഭാഗ്യത്തിന് അർഹരാണ്, സ്വർഗത്തിന് അർഹരാണ്. അതാണ് ഖുർആൻ അവിടെ പറഞ്ഞു വെച്ചതിന്റെ സാരം. ഇനി നോക്കുക, നാം നേർച്ച നേർന്നിട്ട് മനഃപൂർവ്വം വീട്ടാതിരിക്കുകയോ ലംഘിക്കുകയോ ചെയ്താൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കണം. അത്ര പ്രാധാന്യമുള്ള സംഗതി അത്. സത്യം ചെയ്തിട്ട് ആ സത്യം നിറവേറ്റാതിരുന്നാൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കണമെന്ന് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കഫാറത്തുൻ നദിരി കഫാറത്തുൽ യമീൻ. നേർച്ചയുടെ പ്രായശ്ചിത്തം, നേർച്ച ചെയ്തിട്ട് ഈ ഇബാദത്തായ നേർച്ച, ഉദാഹരണങ്ങൾ പറഞ്ഞതുപോലുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടത് ചെയ്യാതിരുന്നാൽ, അത് ചെയ്യാത്തതിന്റെ പേരിൽ അതിന് പ്രായശ്ചിത്തം നൽകണം, കഫാറത്ത് നൽകണം. അതിന്റെ കഫാറത്ത് എന്താണ്? സത്യം ചെയ്താൽ ലംഘിക്കുന്നതിന്റെ കഫാറത്താണ് ഈ നേർച്ച നേർന്നാൽ അത് വീട്ടാതിരുന്നാലുള്ള കഫാറത്ത്. അത് ഖുർആൻ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഫകഫാറത്തുഹു ഇത്ആമു 10 മസാകീന മിൻ ഔസതി മാ തുത്ഇമൂന അഹ്ലീകും ഔ കിസ്വത്തുഹും ഔ തഹരീറു റഖബ ഫമൻ ലം യജിദ് ഫസിയാമു 3 അയ്യാം ദാലിക കഫാറത്തു അയ്മാനിക്കും ഇദാ ഹലഫ്തും വഹഫദു അയ്മാനക്കും. സൂറത്തുൽ മാഇദയിലെ 89ാമത്തെ വചനമാണ് ഈ സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രായശ്ചിത്തം പരാമർശിക്കുന്ന വചനം. അതിൽ അവസാന ഭാഗമാണ് ഞാൻ എന്റെ പ്രായശ്ചിത്തം മാത്രമാണ് ഞാൻ എടുത്തു പറയാം. അതിന് മുമ്പ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ സത്യം ചെയ്താൽ, ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് കഫാറത്ത് കൊടുക്കണം. നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണിത്. എത്രയോ സത്യം നമ്മൾ ചെയ്തു, ഞാനത് ചെയ്യൂല, ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞതിന് ശേഷം ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം ചെയ്യാതിരിക്കുകയും ചെയ്യല് സത്യം ചെയ്യുന്നതിന് ലംഘിക്കലാണ്. ഖുർആനും ഹദീസും ഒരുപാട് വിശകലനം ചെയ്യുന്നുണ്ട് അക്കാര്യം. അതല്ലല്ലോ ഇപ്പൊ നമ്മുടെ വിഷയം. അപ്പൊ ഇവിടെ നേർച്ച നേർന്നിട്ട് നിറവേറ്റാതിരുന്നാൽ അതിന്റെ പ്രായശ്ചിത്തം 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ 10 പേർക്ക് വസ്ത്രം നൽകുക, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കുക. ഇത് 3ഉം അസാധ്യമാണെങ്കിൽ 3 ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക. ഇതാണ് സത്യം ചെയ്ത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം, കഫാറത്ത്. ഇത് തന്നെയാണ് നേർച്ച നേർന്നിട്ട് വീട്ടാതിരുന്നാലുള്ള പ്രായശ്ചിത്തവും. ഇതാണ് കൃത്യമായി അപ്പൊ നിസ്സാര കാര്യമല്ല എന്ന് മനസ്സിലായല്ലോ. അത്ര ഒരു കഫാറത്ത് പോലും നൽകേണ്ട കുറ്റമായി മാറുന്നു എങ്കിൽ
ആ ഇബാദത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിക്കൊണ്ട് കൃത്യമായി പഠിപ്പിക്കപ്പെട്ട നെതിർ എന്താണോ അതിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നത്. തന്നെയുമല്ല, അള്ളാഹുവിന്റെ തൃപ്തി വജ്ഹിന് വേണ്ടി അല്ലാതെ നേർച്ച ഉണ്ടായിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ നദറ ഇല്ലാ ഫീമാ യുബ്തഗാ വജ്ഹുല്ലാഹ്. അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ടല്ലാതെ നേർച്ചയില്ല. അപ്പൊ പിന്നെ ബാക്കിയുള്ളവർക്ക് നേർന്നാൽ സംഗതി പോയില്ലേ, കളത്തുനിന്ന് പുറത്തായി. ഇതാണ് സംഗതി. അതുപോലെ വലാ യമീന ഫീ ഖത്തിയത്തി റഹിം, കുടുംബ ബന്ധം മുറിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ വെച്ച് സത്യം ചെയ്യാനും പാടില്ല. ഇത് രണ്ടും ഒരുമിച്ചാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് സത്യം ചെയ്യുന്നതിന്റെ കഫാറത്ത് നെദറിന്റെ കഫാറത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. അപ്പൊ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച അതിൽപ്പെട്ടതാണ് നേരത്തെ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ. ഇവിടെ സംഭവിക്കുന്നത് എന്താ? യഥാർത്ഥ നേർച്ച വിസ്മരിക്കപ്പെടുന്നു, ആ ഇബാദത്ത് അവഗണിക്കപ്പെടുന്നു, അതിന് അതിൻ്റെതായ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകാതെ പോകുന്നു. അരുത് എന്ന് പറഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കുന്നു എമ്പാടും. അതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തേണ്ട ആളുകൾ ചെയ്യുന്നത് എന്താണ്? ആന ഇടഞ്ഞതുമായി ബന്ധപ്പെട്ട് മുമ്പ് കാലങ്ങളിലൊക്കെ ഇങ്ങനെ ആന എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെന്താ തെറ്റ്? ഖുർആനിൽ ആനയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ മതിയല്ലോ. അത് കേൾക്കുന്ന ആൾക്കാർക്ക് രസമാണ്. ശരിയാണ്, ഖുർആനിൽ ആനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാ പറഞ്ഞത്? അലം തർ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അതൊരു വലിയ സംഭവമാണ്. അത് ആനക്കാരെ പ്രശംസിച്ചതല്ല, ആനയെ നശിപ്പിച്ചതിനെ കുറിച്ചാണ് അവിടെ പരാമർശിച്ചിട്ടുള്ളത്. അതാണ് ആ അധ്യായം. അള്ളാഹുവിന്റെ കഅബ പൊളിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച, അതിനു മുമ്പിൽ നിർത്തിക്കൊണ്ടുവന്ന ആനപ്പടയെ അബാബീൽ കൊണ്ട് തകർത്തതാണ് അള്ളാഹു. അത് ആന എഴുന്നള്ളിക്കുന്നതിന് തെളിവായി ഉദ്ധരിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് സമൂഹത്തിന്റെ അവസ്ഥ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന ശൈഖ് ഇന്ന വഴിയിലൂടെ കാട്ടിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആനയുടെ ശല്യം കൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ 3-4 കഷ്ണം കരിമ്പിന്റെ കഷ്ണം കൊണ്ടുവരാൻ പറയുന്നു. ആ കരിമ്പിന്റെ കഷ്ണവുമായി ആളുകൾ വരുന്നു, കരിമ്പും കഷ്ണമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. ആന ആക്രമിക്കാൻ വന്നപ്പോൾ ആനക്കൊക്കെ ഓരോ കരിമ്പും കഷ്ണം കൊടുത്ത് ആനയെ പിരിച്ചയക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വല്ല കഥ പറയുന്നത് പോലെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെയുള്ള ആള് ഉള്ള സ്ഥലത്തല്ലേ ഒന്നിനെ ചുരുട്ടി വലിച്ചെറിഞ്ഞത്? ആ ആളതിനകത്തുണ്ടല്ലോ, അയാൾക്ക് വേണ്ടിയല്ലേ ഈ ചെയ്തത് മുഴുവൻ, ആരായിരുന്നാലും. എന്നിട്ട് എന്തേ സംഭവിച്ചത്? ഇതൊന്നും ചിന്തിക്കൂല. കാരണം അന്ധവിശ്വാസങ്ങൾക്ക് ചിന്തയ്ക്ക് സ്ഥാനമില്ല. അതുകൊണ്ടാണ് ഈ ഖബർ കെട്ടിപ്പൊക്കലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും ശക്തമായി വളരെ നേരത്തെ തന്നെ അള്ളാഹുവിന്റെ റസൂല് വളരെ ശക്തമായ ഭാഷയിൽ ഉണർത്തിയിരുന്നത്. സമൂഹത്തോട് പ്രവാചകൻ പറഞ്ഞു, ലാ തജാലു ഖബരി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ സ്ഥലമാക്കരുത്. ഒരു പരിധി വരെ സൗദി അറേബ്യയിൽ അത് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൂർണ്ണമായും ഉണ്ട് എന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. കാരണം ആരും കാണാതെ പലതും ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇത്രയെങ്കിലും പിടിച്ചു നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട് എങ്കിൽ അത് തൗഹീദില് ലാ ഇലാഹ ഇല്ലല്ലയുള്ള വിശ്വാസം കറകളഞ്ഞ ഒരു ഭരണകൂടം അവിടെ നിലനിൽക്കുന്നു എന്നതാണ്. ഇല്ലെങ്കിൽ അത് എന്നോ എന്തൊക്കെയോ ആയി പോകുമായിരുന്നു. പിന്നെ റസൂലിന്റെ ഈ പ്രാർത്ഥനയും, അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുതേ എന്ന് റസൂല് പ്രാർത്ഥിച്ചിട്ടാ പോയത്. അത്രമാത്രം കാഴ്ചപ്പാടോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തേ കാരണം? ഇതൊക്കെ തൗഹീദിൽ നിന്നുള്ള വ്യതിചലനമാണ്, ലാ ഇലാഹ ഇല്ലല്ലഹയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്, മനുഷ്യനെ ശിർക്കിലേക്ക് കൊണ്ടുപോയി കൂട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിലെ 2 വിഭാഗത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർ അള്ളാഹുവിന്റെ ശാപത്തിന് അർഹരായിരിക്കുന്നു, അൽ യഹൂദു വൻ നസാറ. എന്തേ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ്, അവരിലെ സജ്ജനങ്ങളുടെയും അവരിലെ പ്രവാചകന്മാരുടെയും ഖബറിടങ്ങളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റിയതാണ് ശാപത്തിന് വിധേയമായത്. ഈ ഉമ്മത്ത് രക്ഷപ്പെടണമെങ്കിൽ ഈ ജാതി കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാതെ നിർവാഹമില്ല. അതുകൊണ്ടാണല്ലേ എല്ലാവരുടെയും ഭത്സനങ്ങൾ ഇങ്ങനെ നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ഏത് തരത്തിലുള്ള ഭത്സനങ്ങൾ? എല്ലാ തരത്തിലുള്ള ഭത്സനങ്ങളും കേൾക്കേണ്ടി വരുന്നുണ്ട്.
അത് നമ്മളായി നമ്മുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് നമ്മളായി നിലനിൽക്കാത്തിടത്തോളം കാലം അതിനെ ഒന്നും അതിജയിക്കാൻ അത്ര വേഗമൊന്നും കഴിയില്ല. ഇതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ നമ്മളൊന്ന് ചേർത്ത് വായിച്ചോളി, പഠിച്ചോളി. അപ്പം എന്താണ് നേർച്ച എന്നും ഇസ്ലാം പഠിപ്പിച്ച നേർച്ച എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. ഇസ്ലാം വിരോധിച്ച, ഹറാമാണ് അല്ലെങ്കിൽ അരുത് എന്ന് പഠിപ്പിച്ച ഈ തലതിരിഞ്ഞ നേർച്ചയോടൊപ്പം നിൽക്കുന്ന, അത് ഏത് നാട്ടിലുള്ളതായിരുന്നാലും ശരി, അതിനോടൊപ്പം നിൽക്കുന്ന, അതിനോടൊട്ടി നിൽക്കുന്ന, ആ സ്ഥലങ്ങളിലേക്ക് നേർച്ചകൾ നൽകിയേക്കുന്ന, കൊടുക്കുന്ന ആ രൂപത്തിലുള്ള സമ്പ്രദായങ്ങളിൽ നിന്ന് എത്ര പെട്ടെന്ന് വിട്ടു നിൽക്കുന്നു അത്രയും ഗുണം ഇഹത്തിലും പരത്തിലും നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂഫൂന ബിൻ നദിരി എന്ന് പറഞ്ഞ ആ നെദർ എന്താണോ അത് അതേപോലെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി അതിന് വിരുദ്ധമായ ചിന്തകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഏത് കാര്യവും കൈകാര്യം ചെയ്യുന്നവർ, അത് ഭരണകൂടത്തിലുള്ളവരായിരുന്നാലും ശരി, നീതിന്യായ വ്യവസ്ഥയിലുള്ളവരായിരുന്നാലും ശരി, കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്നവരായിരുന്നാലും ശരി, സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരായിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, അവരിൽ നിന്ന് എപ്പോഴും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് വിവേചന ഇല്ലാത്ത നീതിയിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ. അത് കോടതിയാണെങ്കിൽ അങ്ങനെ, ഭരണകൂടമാണെങ്കിൽ അങ്ങനെ, നേരത്തെ പറഞ്ഞ പോലുള്ള ഏത് വേദികളിൽപ്പെട്ടവരാണെങ്കിലും അത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ ആ കാര്യം ആമുഖമായി ഞാൻ സൂചിപ്പിക്കുന്നത്, ഇപ്പൊ നമ്മളുടെ നാട്ടില് ഇഷ്ടപ്പെടാത്തവരുടെ പേരിൽ കേസ് കൊടുക്കുക, കേസെടുക്കുക, തുറുങ്കിലടയ്ക്കുക, ഇഷ്ടമുള്ളവർ എന്ത് ചെയ്താലും അത് എങ്ങനെ അഴിഞ്ഞാടിയാലും ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥ ഉണ്ടാകുക. പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികളായ ആൾക്കാരാണ് എങ്കിൽ, മുസ്ലിം പേരുള്ളവരാണെങ്കിൽ എല്ലാം വളരെ പെട്ടെന്നായിരിക്കും കാര്യങ്ങളുടെ പോക്ക്, ഒരു താമസവും ഉണ്ടാവില്ല. ബാക്കി വല്ലവരുമാണെങ്കിൽ തിരിഞ്ഞും കൂടെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നോക്കുക, ഇപ്പം ഒരു മനുഷ്യൻ കുറെ കാലമായി മുസ്ലിമീങ്ങളെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുക. 2022 ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം 2-3 വാചകങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു. അന്ന് ചെയ്യേണ്ടത് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ രൂപത്തിൽ പറയുമായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. അന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മളാരും മറന്നിട്ടില്ല. അത് മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇതൊരു മുസ്ലിം രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു. ആരാണെന്ന് പേരൊന്നും ഞാൻ പറയുന്നില്ല. മുസ്ലിം കച്ചവടക്കാർ അവരുടെ സ്ഥാപനങ്ങൾ അമുസ്ലിം മേഖലകളിൽ സ്ഥാപിച്ച് അവരുടെ സമ്പത്ത് കവർന്നു കൊണ്ടുപോകുന്നു. കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങൾ പാനീയങ്ങളിൽ വന്ധ്യത വരുത്താൻ മരുന്നുകൾ ബോധപൂർവം കലർത്തുന്നു. ഇത് 2022 ഏപ്രിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ്. വല്ലതും ചെയ്തോ? ഇത് വർഗീയതയല്ലേ ഈ പറയുന്നത്? ശുദ്ധമായ വർഗീയത, ഒരു വിഭാഗത്തെ താറടിച്ച് കാണിക്കുന്ന നിലയിലുള്ള സംസാരമല്ലേ ഇത്? വല്ല സംശയമുണ്ടോ ഇത്? അത് തന്നെ വീണ്ടും കയറി ചാനലുകളിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനിൽ പോയിക്കോ, ഇടതുവശത്തേക്ക് മുണ്ടൊടുക്കുന്നവൻ, എന്തെല്ലാം ഭാഷകളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. മിമ്പറിൽ നിന്ന് പറയാൻ പറ്റൂല ജാതി ഭാഷകൾ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് കേസ് യാത് ചെയ്യാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. ഇതാണ് വിവേചനം എന്ന് പറയുന്നത്. ഇതാണ് അവഗണന എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ ഇത്തരം കാര്യങ്ങൾ UP-യിലും അതുപോലെ തന്നെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കാറുണ്ട്. സാധാരണ ഭരണകൂട ഭീകരത, വിവേചനം, ഇങ്ങനെയുള്ള അനീതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നടക്കുന്നത് നമ്മുടെ ഈ നാട്ടിലാണ്. ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. ഇങ്ങനെയുള്ള ആളുകളെ നിലക്ക് നിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ നാട് മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ഏറ്റവും നല്ല സൗഹാർദ്ദതയിലും
മനുഷ്യർ തമ്മിലുള്ള നല്ല ബന്ധങ്ങളും അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വലിയ വിള്ളലുകൾ ഇപ്പോൾ തന്നെ കുറേശ്ശെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ബോധമുള്ള ആൾക്കാർ ചിന്തിക്കുകയും ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും വേണം. ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. പക്ഷെ ചെയ്യേണ്ടത് ചെയ്തില്ല എങ്കിൽ വലിയ വില പിന്നീട് നൽകേണ്ടി വരും. അതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത്തരം അങ്ങനെയുള്ള കാര്യങ്ങൾ, ശുദ്ധവർഗീയത, കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ, ഇന്ത്യയിലേന്നാണ് പ്രയോഗം, ഒരൊറ്റ മുസ്ലിമും വർഗീയവാദിയായിട്ട് ഇല്ലാതില്ല എന്നാണ്. എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദിയാണ് എന്നാണ്. ഇപ്പൊ മറ്റു ചില ആൾക്കാരുടെ പ്രയോഗം, ഈ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും 1, 2, 3 മുസ്ലിം സംഘടനകളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരിലൂടെ മുസ്ലിം ഉമ്മത്തിനെ ഒന്നടങ്കം വർഗീയവാദികളാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് നേർക്ക് നേരെ എല്ലാവരും, ഒരാൾ പോലും ഇല്ല എന്നാ പറയുന്നത്. അത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അത് ഈ ജാതി പറഞ്ഞ ആൾക്കാരെയൊക്കെ തോളിലേറ്റിക്കൊണ്ട് നടക്കുക, ഒരു കേസ് പോലും എടുക്കാൻ തയ്യാറാകാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷമമുണ്ട്. ഈ നാട് ഭരിക്കുന്നവർ ഇക്കാര്യം ഗൗരവത്തോടു കൂടി കാണണം. ഇവിടുത്തെ സൗഹാർദ്ദാന്തരീക്ഷം, മതേതര സ്വഭാവം, മതനിരപേക്ഷത തകർക്കുന്ന നിലയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്നൊക്കെ എത്രയാ ക്ഷമയും വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. എന്തെല്ലാം കേട്ടിട്ടും അങ്ങനെ തന്നെ നമ്മൾ പോയാൽ മതി. കാരണം നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആൾക്കാർ വരും, ഒരു സംശയം വേണ്ട. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഒരു സമൂഹത്തെ ഒന്നടങ്കം ഈ പാകിസ്ഥാനിൽ പോകാൻ പറയാൻ ഇവർക്ക് എന്താ അവകാശം? ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തവരുടെ പിന്മുറക്കാരാണ് നമ്മൾ, രക്തം കൊടുത്തവരുടെ, എല്ലാം സമർപ്പിച്ചവരുടെ. ഇവിടെ ജനിച്ചെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കും, ഇവിടെ തന്നെ മരിക്കും, ഇവിടുത്തെ മണ്ണിൽ അലിഞ്ഞു ചേരും. ഇവിടെയാണ് മരിക്കുന്നതെങ്കിൽ അതിനൊന്നും ആരുടെയും ഒത്താശ ആവശ്യമില്ല. പക്ഷെ ഇത്തരം പരാമർശങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഭരണകൂടത്തിന് നല്ലതല്ല എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും കരകയറുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും അതിജയിച്ച് മുന്നോട്ട് പോകാൻ സർവശക്തൻ നമുക്ക് തുണ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ സഹായമുണ്ട് എങ്കിൽ മറ്റാരുടെയും സഹായം നമുക്ക് ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ആ സഹായത്തിന് അർഹത നേടുവാൻ ഞാൻ ഒന്നാമത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്ത് നമ്മുടെ ഐഡന്റിറ്റിയും വ്യക്തിത്വമൊക്കെ നിലനിർത്തി നമ്മൾ മുന്നോട്ട് പോവുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ 2 മരണങ്ങൾ, അതിലൊന്ന് നമ്മുടെ ഈ യത്തീംഖാനയിൽ പഠിച്ചുപോയ അൻസാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ജനാസക്കും നിസ്കാരത്തിനും ഒക്കെ പോയതാണ്. അതുപോലെ തന്നെ മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥിയുടെ ഉമ്മ മരണപ്പെട്ടു. നമ്മളുമായി ബന്ധപ്പെട്ടവരായതുകൊണ്ട് പ്രത്യേകം അവരെ അനുസ്മരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവർക്ക് അല്ലാഹു എല്ലാ ഹസനാത്തുകളും സ്വീകരിക്കുകയും സയ്യിആത്തുകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ആ ചെറുപ്പക്കാരന്റെ മരണം മൂലം അനാഥമായ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വവിധത്തിലുള്ള സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.